ജനുവരി 30 കന്യകയും രക്തസാക്ഷിയുമായ റോമായിലെ വിശുദ്ധ മാർട്ടീന. റോമിൻ്റെ ആത്മീയ രക്ഷാധികാരിയായി അറിയപ്പെടുന്ന വിശുദ്ധ മാർട്ടീന ഉർബൻ ഒന്നാമൻ മാർപ്പാപ്പയുടെ കാലത്ത് AD 226 228 രക്തസാക്ഷിയായി. ജനുവരി 30 തിരുനാൾ ദിനമായി സഭ ആഘോഷിക്കുന്നു. ഭരണകാര്യങ്ങളിൽ സ്വാധീനമുണ്ടായിരുന്ന കുലീന കുടുംബത്തിലെ മാതാപിതാക്കളുടെ മകളാണ് അതീവ സുന്ദരിയും കന്യകയുമായ മാർട്ടീന. നന്നേ ചെറുപ്പത്തിൽ അനാഥയായ അവൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. സെവേറസ് അലക്സാണ്ടറുടെ മതപീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ അവൾ തൻ്റെ ക്രിസ്ത്യൻ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചു. അറസ്റ്റ് ചെയ്യപ്പെട്ട മാർട്ടീനയെ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുവാൻ പരാജിതരായ പീഡകർ പലതരം പീഡനങ്ങൾക്ക് അവളെ വിധേയയാക്കി. ജീവദായകനായ ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ അവളേറ്റ പീഡനങ്ങളോ ചമ്മട്ടിയടികളോ സഹായിക്കില്ലെന്ന് മനസ്സിലാക്കിയ പടയാളികൾ അവളെ ആംഫി തിയേറ്ററിൽ വെച്ച് വന്യമൃഗങ്ങളാൽ വിഴുങ്ങുവാനായി വിട്ട് നൽകി. ആ മൃഗങ്ങൾ അവളെ സ്പർശിക്കാതെ മാറി നിന്നതിൽ കലിപൂണ്ട ഉദ്യോഗസ്ഥർ അവളെ കത്തിയെരിയുന്ന ചിതയിലേക്ക് എറിഞ്ഞു. യേശു സ്നേഹത്താൽ നിറയപ്പെട്ട കന്യകയുടെ മുമ്പിൽ അഗ്നി അതിൻ്റെ സ്വഭാവം വെടിഞ്ഞു. പരിക്കേൽക്കാതെ അഗ്നിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട മാർട്ടീനയെ ടൈബറിൻ്റെ അഴിമുഖത്തുള്ള ഓസ്റ്റിയയിൽ വെച്ച് ശിരച്ഛേദം ചെയ്തു. അവളെ കൊല്ലുവാൻ നിയോഗിക്കപ്പെട്ട ആരാചാരന്മാർ യേശുവിനെ കർത്താവും ക്രിസ്തുവുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളായെന്ന് വിശുദ്ധയുടെ നാമകരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്ന പഠനങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ചില ആരാചാരന്മാർ സ്വയം ശിരച്ഛേദം ചെയ്തെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർട്ടീനയുടെ മൃതദേഹം റോമിലേക്ക് കൊണ്ടുപോയി. മാമർട്ടൈൻ ജയിലിനടുത്തുള്ള സാന്റി ലൂക്ക ഇ മാർട്ടീന എന്ന പള്ളി വിശുദ്ധയുടെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടു. 1634 ഒക്ടോബർ 25 റോമിൽ സാധാരണയായി ചെയ്യുന്നത് പോലെ അക്കാഡമിയ ഡി സാൻ ലൂക്കായുടെ പ്രസിഡന്റായ ചിത്രകാരൻ പിയാട്രോ ഡ കോർട്ടോണ ഉർബൻ 8 മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം അറ്റകുറ്റപ്പണികൾ ചെയ്യുമ്പോൾ വിശുദ്ധയുടെ കല്ലറ കണ്ടെത്തുകയും തിരുശേഷിപ്പുകൾ അൾത്താരവണക്കത്തിനായി വിശുദ്ധ മാർട്ടീനയുടെ നാമധേയത്തിലുള്ള പള്ളിയിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്തു.